ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് LDC 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇംഗ്ലീഷിന്റെ നല്ല ഒരു പെർസെൻറ്റേജോളം ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇംഗ്ലീഷ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്, ബേസിക്കലി ഞാൻ MA ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ അതാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ ആ ക്ലാസ്സുകൾ കാണുക കേട്ടോ. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഇന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെത്തേഡിലാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന ക്ലാസ് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങളപ്പോൾ അത് ക്ലാസ് വേണ്ടവർക്ക്, ഓരോ സബ്ജക്റ്റും ഇംഗ്ലീഷിൻ്റെ ഓരോ ടോപ്പിക്സും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്ക് ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഇതല്ല നിങ്ങൾക്ക് പഠിക്കാൻ നമ്മൾ പറയുന്നത്, അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ വൈസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജനറൽ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് ഒരു പെയ്ഡ് ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ. അപ്പോൾ വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണം എന്നുള്ള വാട്സാപ്പ് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കിട്ടും. കോൾ ചെയ്യേണ്ട, എടുക്കത്തില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ജനറൽ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് 800 റുപ്പീസാണ് അതിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത്. അതായത് ഒക്ടോബർ 31 വരെയാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ വൈസ് ആയിട്ട് ഏത് ടോപ്പിക്കാണ് ആദ്യം പഠിക്കേണ്ടത്, അതിന് ശേഷം ഇത് ഏതാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു എക്സാം ആണ്. അതിൻ്റെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ NCA ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ തന്നെയാണ് LDCക്കും വരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് 10ൽ 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, ഇഡിയം, പ്രൊവർബ്, അതുപോലെ തന്നെ വൺ വേർഡ്, ഇതൊക്കെ നമുക്ക് ഫോറിൻ വേർഡ്സ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 61. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ക്വസ്റ്റ്യൻ ഡയഗ്രം നമുക്ക് മനസ്സിലായി. ഡോൺ വി, ഷാൾ വി, ഡു വി, ഷാൾ വി. ക്വസ്റ്റ്യൻ ഡയഗ്രാമിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡയഗ്രാമിന്റെ ക്ലാസ് കാണാത്തവർ ക്വസ്റ്റ്യൻ ഡയഗ്രാമിന്റെ ക്ലാസ് കാണും കേട്ടോ. ലെറ്റ്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ലെറ്റേഴ്സിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ ടാഗ് എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസ് ലെറ്റ്സിൽ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ, ലെറ്റേഴ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ടാഗ് എപ്പോഴും ഷാൾ വി ആയിരിക്കും. ഓൾറെഡി നമ്മള് ക്വസ്റ്റ്യൻ ടാഗിന്റെയൊക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിന്റെയൊക്കെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ, അതായത് കമന്റ് നിങ്ങൾ ഇടില്ലേ, അവിടെ ഞാൻ പിൻ ചെയ്തിട്ട് തന്നേക്കാം. അത് നോക്കി പഠിക്കുക. നെക്സ്റ്റ്, ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ആർട്ടിക്കിൾ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ദ. അപ്പൊ നമുക്കറിയാം ഡി നൺ ഓഫ് ദി അബവ്. ആർട്ടിക്കിൾ എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ റൂൾസ് എന്നുള്ളതിന്റെ ക്ലാസ് നമ്മൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ക്ലാസ് കിട്ടും കേട്ടോ. ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. 63. Choose the correct idiom for the word underline. Siddharth is a straight arrow. A straight arrow. അതാണ് idiom. A straight arrow. An honest and trustworthy person, an evil person, an anxious person, an outdated person. നമുക്കറിയാം സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രൈറ്റ് ആരോ മീൻസ് സിദ്ധാർത്ഥ് ഈസ് ആൻ ഓണസ്റ്റ് ആൻഡ് എ ട്രസ്റ്റ്വർത്തി പേഴ്സൺ. സ്ട്രൈറ്റ് ആരോ, എ സ്ട്രൈറ്റ് ആരോ ഇഡിയം. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എ സ്ട്രൈറ്റ് ആരോ, ഇറ്റ്സ് മീനിങ് ഈസ് ആൻ ഓണസ്റ്റ് ആൻഡ് എ ട്രസ്റ്റ്വർത്തി പേഴ്സൺ. നെക്സ്റ്റ്, ഇഫ് യു വർക്ക് ഹാർഡ് you would succeed, you will succeed, you would have succeeded, you will have succeeded. ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ ഞാൻ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിന്റെ ക്ലാസ് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് ഒക്കെ പെട്ടെന്ന് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
ഇവിടെ നമുക്ക് ഇഫ് യു വർക്ക് ഹാഡ് അല്ലെ, ഇഫ് ക്ലോസ് തന്നിരിക്കുന്നത് ഏതാണ്? വർക്ക് ഹാഡ്, സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം. അപ്പൊ പ്രസന്റ് ടെൻസിലാണ് ഇഫ് ക്ലോസ് തന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് എന്ത് വരും? വിൽ പ്ലസ് V3 എന്നുള്ള ഫോമിലാണ് വരുന്നത്. വിൽ പ്ലസ് V3 എന്നുള്ള ഫോമിലെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് വരും? യു വിൽ സക്സീഡ്. വിൽ പ്ലസ് V3, യു വിൽ സക്സീഡ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫോക്സ് പാസ് മീൻസ്. ഇത് ഞാൻ ഫോറിൻ വേർഡ്സിന്റെ കൂടെ എടുത്തു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ചാനലില് ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ട് വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ കമന്റ് ബോക്സില്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റും. സുഖമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. An embarrassing or tactless act or remark in a social situation, a particular way or method of doing something, a feeling of having already experienced the present situation, none of the above. അപ്പൊ നമുക്കറിയാം ഫോക്സ് പാസ് മീൻസ് embarrassing or tactless act or remark in a social situation. അതാണ് ഫോക്സ് പാസ്. നമ്മുടെ ഫോറിൻ വേർഡ്സിനകത്ത് വരുന്നതാണ്. ആ ക്ലാസ്സിനകത്ത് കിടപ്പുണ്ട്. Then next, choose the correct spelling. ഇതും സ്പെല്ലിംഗ് ഒക്കെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഉദ്ദേശിച്ചിരിക്കുന്ന ബൂർഷ്വാസിയാണ്. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാം. ബോ യുവർ ജിയോ ഈസ്. ബോ യുവർ ജിയോ ഈസ്. BO ബോ, യുവർ UR, ജിയോ GEOIS. സോ സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, you dash obey the rules and regulations. May, can, need to, must. അതായത് നമ്മള് ഇപ്പൊ ട്രാഫിക് റൂൾ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിന്റെയോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഒരു റൂൾ കാണും, അല്ലെങ്കിൽ ഒരു ഓഫീസിനൊക്കെ റൂൾ കാണും. ആ റൂൾ നമ്മൾ ഒബേ ചെയ്യണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ് അല്ലെ. യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നെക്സ്റ്റ്, neither Sam nor Ram dash present. കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിനകത്ത് അത് ഓപ്പൺ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാല് ഇതിനകത്തൊന്നും ഒരു മാർക്ക് നഷ്ടപ്പെടില്ല കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞാല് എങ്ങനെയാണ് നൈദർ നോറിന്റെ പ്രയോഗം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നൈദർ ശ്യാം നോർ രാം ഈസ് പ്രസന്റ്. നൈദർ സാം നോർ റാം ഈസ് പ്രസന്റ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ കാരണം ഈ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ക്ലാസ്സുകൾ കാണുക. നെക്സ്റ്റ്, രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. Rahul said that he lived in Chennai. Rahul said he lives in Chennai. Rahul said that he is living in Chennai. Rahul told he lives in Chennai. Rahul said അതിന് ശേഷം കിടക്കുന്നത് I live in Chennai. I live in Chennai എന്ന് പറയുന്ന സ്പീച്ച് പാർട്ട് പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റിലാണ്. അതിന് നമ്മൾ എന്തായിട്ട് ചേഞ്ച് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാല് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്ലാസ് ഉണ്ട്, അത് കാണുക. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലാത്തവർക്ക് മനസ്സിലാവും. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇത് പഠിക്കാം കേട്ടോ. അപ്പൊ രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറണം. തന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ പാസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ ഉള്ളൂ. രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ. ഇതാണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിനോണിം ഫോർ ദി വേർഡ് പ്രിപ്പോസ്റ്ററസ്. പ്രിപ്പോസ്റ്ററസ്, contrary to reason or common sense, utterly absurd, a witty statement, a sensible comment, none of the above. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രിപ്പോസ്റ്ററസ് മീനിങ് അബ്സേർഡ് ആണ്. നമ്മൾ അസംബന്ധം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് അബ്സേർഡ് ആണ്. അപ്പം പ്രിപ്പോസ്റ്ററസ് മീൻസ് അബ്സേർഡ്. ഇവിടെ തന്നിരിക്കുന്നത് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്സേർഡ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCA കാറ്റഗറിയുടെ ഇംഗ്ലീഷിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇത് ചെയ്തതിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 10 ഔട്ട് ഓഫ് 10 കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമുക്കറിയാലോ നിങ്ങളുടെ ഒരു നിലവാരം എന്താണെന്നുള്ളത്. ഇനി 10 കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് യാതൊരു ജാള്യതയും ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്